മധ്യസ്ഥതയിൽ ഇറാൻ US സംഘർഷം അന്തിമഘട്ടത്തിലേക്ക്. നിർണായക ചർച്ചകൾ ഉടൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ അടുത്ത ഘട്ടം ചർച്ചകൾ തിങ്കളാഴ്ച പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികൾ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ എത്തുമെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചർച്ചാ പ്രതിനിധി സംഘങ്ങൾ ഞായറാഴ്ച തന്നെ പാകിസ്ഥാനിൽ എത്തിയേക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. അതേസമയം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് ഉർദുഗാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളെ ഖത്തർ അമീറും തുർക്കി പ്രസിഡന്റും പ്രശംസിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അന്റാലിയ ഡിപ്ലോമസി ഫോറത്തിന്റെ ഭാഗമായാണ് ഈ നിർണായക കൂടിക്കാഴ്ചകൾ നടന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സ്തംഭനാവസ്ഥയിലായ ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ വ്യാഴാഴ്ച ടെഹ്റാനിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബുധനാഴ്ച ടെഹ്റാനിലെത്തിയ അസിം മുനീറിനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് സ്വീകരിച്ചത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള തർക്കങ്ങളിൽ ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ. നേരത്തെ നടന്ന ആദ്യഘട്ട ചർച്ചകളിൽ പുരോഗതിയില്ലാതെ അവസാനിച്ചതിനെ തുടർന്ന് രണ്ടാം ഘട്ടത്തിനുള്ള കളമൊരുക്കുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഏപ്രിൽ 11-12 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള 39 ദിവസം നീണ്ടുനിന്ന ഗൾഫ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചരിത്രപരമായ ശ്രമമായിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യത്തെ ഉന്നതതല നേരിട്ടുള്ള ചർച്ചകളായിരുന്നു ഇത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച ഈ ചർച്ചകൾ അന്ന് തീരുമാനമാകാതെയാണ് അവസാനിച്ചത്. എങ്കിലും നയതന്ത്ര ചാനലുകൾ ഇപ്പോഴും സജീവമാണ്. ഇതിനിടയിൽ ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മേഖലയിൽ വലിയ പ്രതീക്ഷയേകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായും നടത്തിയ ചർച്ചകൾ വിജയകരമായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാനുള്ള സുപ്രധാന നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ അസ്ഥിരത അവസാനിപ്പിക്കാൻ ഒരു നേതാക്കളും താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിക്കുകയായിരുന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1 മണിക്കൂറിനുള്ളിൽ 7 കള്ളങ്ങൾ പറഞ്ഞുവെന്ന് ആരോപിച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അമേരിക്കൻ ഉപരോധം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണി ഇറാൻ ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് വ്യാപാരത്തിനായി തുറന്നു കിടക്കുകയാണെന്ന ട്രംപിന്റെ അവകാശവാദത്തെ തള്ളിക്കൊണ്ടാണ് ഇറാന്റെ ഈ നീക്കം. അരിസോണയിൽ നടന്ന ഈ ഒരു ചടങ്ങിൽ ട്രംപ് സംസാരിക്കവെയാണ് ഗാലിബാഫ് എക്സിലൂടെ മറുപടിയായി രംഗത്തെത്തിയത്. ട്രംപ് പറഞ്ഞ 7 അവകാശവാദങ്ങളും തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവ ഏതൊക്കെയാണെന്ന് ഗാലിബാഫ് വ്യക്തമാക്കിയില്ല. ഉപരോധം തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ലെന്നും നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെയുള്ള സഞ്ചാരത്തിന് ഇറാന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.